രഞ്ജി ട്രോഫി ഫൈനൽ വേദിയിൽ നിന്നാണ്. ഇത് ഓറഞ്ച് നഗരമെന്നാണ് നാഗ്പൂർ അറിയപ്പെടുന്നത്. അവിടെ നമ്മൾ ഒരു ആപ്പിൾ തൈ നട്ടിരിക്കുകയാണ്. ഏഡൻ ടോം ആപ്പിൾ കേരളത്തിൻ്റെ യുവതാരമാണ്. റിപ്പോർട്ടർ ടി വിക്കൊപ്പം ഇപ്പോൾ ചേരുന്നത്. ഫൈനൽ കളിച്ചു. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ജയമോ തോൽവിയോ എന്നുള്ളതല്ല, നമ്മുടെ ഈ മാച്ച് എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ്? വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ആഫ്റ്റർ 3 years രഞ്ജി ട്രോഫിയിലോട്ട് തിരിച്ചു വരുന്നു. പിന്നെ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി ഫൈനലിൽ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ തന്നു. ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഫസ്റ്റ് ടൈം ഫൈനൽ മീൻസ് ഒരു നോക്കൗട്ട് സ്റ്റേജിൽ തന്നെ ഫസ്റ്റ് ടൈം കളിച്ചു. നല്ല വിഷമമുണ്ട്. എന്ന് വെച്ചാൽ കപ്പടിക്കാനോ എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഫസ്റ്റ് ട്രോഫി കേരളത്തിന് കൊടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ പറ്റിയില്ല. നെക്സ്റ്റ് ഇയർ നല്ലതായിട്ട് ഹാർഡ് വർക്ക് ചെയ്യും. നെക്സ്റ്റ് ഇയർ ഒന്നുകൂടും വരും, ഞങ്ങൾക്ക് ആ ട്രോഫി ഒന്നുകൂടും കിട്ടും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു അഗ്രസീവ്നെസ് ഒക്കെ നിങ്ങൾ കാണിക്കുന്നുണ്ട്. ശരിക്കും ഒരു യുവ താരമെന്ന നിലയിൽ എങ്ങനെയുണ്ടായിരുന്നു ടീമിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? 3 വർഷത്തിന് ശേഷം തിരിച്ചു വരുമായിരുന്നല്ലോ. അപ്പോൾ ആ 3 വിക്കറ്റ്, ആദ്യ ഇന്നിങ്സിൽ 3 വിക്കറ്റ്, പിന്നെ ഒരു ബാറ്റിങ്ങിനുള്ള അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു. വളരെ നല്ല ഓപ്പർച്യൂണിറ്റി കേസ് തന്നെന്ന് ഞാൻ പറഞ്ഞു. കോച്ച് എന്താണ് ഏൽപ്പിച്ച ദൗത്യം എന്തായിരുന്നു? കോച്ച് ഫുള്ള് കളിച്ചിട്ട് എൻജോയ് ചെയ്തിട്ട് കളിച്ചിട്ട് വരാനാണ് പറഞ്ഞത്. ഒരു ഓപ്പർച്യൂണിറ്റി ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നു. ഞങ്ങൾ യങ്സ്റ്റേഴ്സിന് കിട്ടിയ ഓപ്പർച്യൂണിറ്റി എന്താണ്, ഇപ്പോൾ പ്ലേയിങ് 11 കളിപ്പിച്ചു, അത് തന്നെ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അത് ഫുള്ളി എടുത്തു. എനിക്ക് എന്താണ് ചെയ്യാൻ പറ്റിയത്, അത് ബാറ്റിംഗ് നിന്നായാലും ബോളിംഗ് നിന്നായാലും ഫീൽഡിങ്ങിലാണെങ്കിലും അത് ഫുൾ 100% ഇടുക, ടീമിന് വേണ്ടി അത് ഫുള്ളായിട്ട് ചെയ്ത് നിൽക്കുക, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കോച്ചസ് ആയിക്കോട്ടെ, എല്ലാ അറ്റ്മോസ്ഫിയർ എല്ലാം നല്ലതായിരുന്നു. പക്ഷേ ജയിക്കാൻ മാത്രം ആ ഒരു നിമിത്തം മാത്രം പറ്റിയില്ലെന്നേ ഉള്ളൂ. പക്ഷേ ടീമെല്ലാം നല്ല 101% ആയിട്ടാണ് ഇട്ടത്. പക്ഷേ ചില മിസ്റ്റേക്സ് ഒക്കെ വന്നു. അതിന് നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കി അടുത്ത സീസൺ വരുമ്പം അതിനകത്തെല്ലാം ക്ലിയർ ചെയ്ത് നമ്മൾ ഫൈനൽ കളിക്കും. അത് കപ്പ് നമ്മൾ തന്നെ നേടും. ഒരു ബാറ്റിംഗ് ഇറങ്ങിയപ്പോൾ നിർണായക ഘട്ടത്തിലാണോ ഇറങ്ങിയത്? എന്തായിരുന്നു മനസ്സിൽ? ടെൻഷനായിരുന്നോ അതോ ഒരു റിലീഫ് തന്നിരുന്നോ കോച്ച്, ടെൻഷൻ വേണ്ട എന്നുള്ളത്? ഇല്ല, കോച്ച് എല്ലാവർക്കും ഒരു പ്ലാൻ കൊടുക്കുമല്ലോ. കോച്ച് എല്ലാവർക്കും ഒരു പ്ലാൻ കൊടുക്കും, എന്താ കളിക്കേണ്ടതെന്നൊരു പ്ലാൻ കൊടുക്കും. കോച്ച് എനിക്കൊരു പ്ലാൻ തന്നായിരുന്നു, ഡേ കളിച്ച് തീർക്കാനായിരുന്നു പറഞ്ഞത്. പക്ഷെ അത് പറ്റിയില്ല. ഓൾ ഔട്ടായിപ്പോയി. മീൻസ് എൻ്റെ ഷോട്ടിൻ്റെ ബാഡ് മിസ്റ്റേക്ക് കാരണം ഓൾ ഔട്ടായിപ്പോയി. പക്ഷേ നല്ലൊരു ഓപ്പർച്യൂണിറ്റി കോച്ചാണെങ്കിലും മീൻസ് ആ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്കും ഫുൾഫിൽ ചെയ്യാൻ പറ്റിയില്ല. മീൻസ് അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു വിന്നിങ് പെർസെൻറ്റേജ് വരാഞ്ഞെന്ന് നല്ല തോന്നി. അപ്പോൾ കുറ്റബോധം വേണ്ട, പക്ഷേ ഇനിയും ചാൻസസ് കിടക്കുകയാണല്ലോ. എന്തായാലും ഇതൊരു വലിയ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഒരു കാര്യം കൂടി, ക്രിക്കറ്റ് ഗ്രൂപ്പുകൾ ഒരു കമൻറ്റ് ഇപ്പോൾ ഞാൻ വായിച്ചു. ആൻഡ്രൂ ഫ്ലിൻഡോഫിനോടാണ് ഏഡൻ ടോം ആപ്പിളിനെ ഉപമിക്കുന്നത് ചിലർ. അതായത് അത്തരത്തിൽ 7ാം നമ്പറിലേക്കൊക്കെ ബാറ്റ് ചെയ്യാൻ അവസരം കൊടുക്കുകയാണെങ്കിൽ ഒരു മികച്ച ഓൾറൗണ്ടറായി വരും എന്നാണ്. ഞങ്ങൾ പ്രതീക്ഷിക്കാമല്ലോ അല്ലേ? പ്രതീക്ഷിക്കാം. ഞാൻ അതിന് വേണ്ടി മീൻസ് ആൻഡ്രൂ ഫ്ലിൻഡോഫ് എന്നൊന്നും പറയുന്നില്ല. പക്ഷേ എൻ്റെ വർക്ക് ഞാൻ എപ്പോഴും ചെയ്യും. ഇപ്പോൾ തിരിച്ചു പോയാൽ എന്താണ് ഞാൻ ചെയ്ത മിസ്റ്റേക്സ്, കാര്യങ്ങൾ അതിനെല്ലാം പറ്റി ഒന്ന് അനലൈസ് ചെയ്തിട്ട് അതിനെപ്പറ്റി വർക്ക് ചെയ്യും. തിരിച്ച് അടുത്ത സീസണിൽ വരും. എന്താണ് എനിക്ക് വേണ്ടി എന്താണ് ചെയ്യാൻ പറ്റുക അത് ഫുള്ളി ചെയ്യും. കട്ടയ്ക്ക് തന്നെ എല്ലാം മുന്നോട്ട് പോകും. അപ്പോൾ ദിവസം നമുക്ക് അടുത്ത സീസൺ കാണാം. ആപ്പിൾ ടോം ആണ് നമ്മളോട് സംസാരിച്ചത്. ഫൈനലിലേക്ക് അദ്ദേഹം 3 വർഷത്തിന് ശേഷമാണ് കേരള ടീമിലേക്ക് തിരിച്ചു വന്നത്. ആദ്യ ഇന്നിങ്സിൽ 3 വിക്കറ്റുകൾ വീഴ്ത്തി. 2ാം ഇന്നിങ്സിൽ ലീഡ് നടത്തി നിൽക്കുന്ന ഘട്ടത്തിൽ അവസാന വിക്കറ്റ് നഷ്ടമാവുകയായിരുന്നു. കേരളം ലീഡ് വഴങ്ങിയായിരുന്നു. അതിന് കാരണമാണ് അദ്ദേഹത്തിൻ്റെ കോച്ച് കൊടുത്ത ഒരു നിർദ്ദേശം അനുസരിച്ച് ഡേ ഫുൾ നിൽക്കാൻ പറ്റിയില്ല എന്നൊരു കുറ്റബോധമുണ്ട്. പക്ഷേ ആപ്പിൾ ടോമിന് 19 വയസ്സേ ആയിട്ടുള്ളൂ. മികച്ച ഒരു ഓൾറൗണ്ടറെ നമ്മൾ വാർത്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. വരും വർഷങ്ങളിൽ കേരളത്തിൻ്റെ ജേഴ്സിയിലും ഇന്ത്യൻ ജേഴ്സിയിലും കാണാൻ പറ്റുന്ന തരത്തിലുള്ള പ്രതിഭാധനനായിട്ടുള്ള താരം തന്നെയാണ് ഏഡൻ ടോം ആപ്പിൾ എന്ന് പറയുന്നത്. ക്യാമറമാൻ വിനായകനൊപ്പം അനൂപ് ഷൺമുഖൻ, റിപ്പോർട്ടർ നാഗ്പൂർ.